ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പുള്ള റസ്മിനും ബിഗ് ബോസിന് ശേഷമുള്ള റസ്മിനും തമ്മിലുള്ള വ്യത്യാസം റസ്മിൻ മനസ്സിലാക്കിയത് എന്തുവായിരുന്നു? ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ ഞാൻ എന്താ പറയുക, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചിങ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഫെയിം ഉണ്ട്. അതാണൊരു വ്യത്യാസം. പിന്നെ എന്താ പറയുക, പണ്ട് അധികം ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നില്ല. ഇപ്പം എല്ലാം ഒരുപാട് ആൾക്കാർ വരുന്നു, കുറേ പേര് എന്താ പറയുക സംസാരിക്കാൻ വരുന്നുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഫെയിം എന്നുള്ളൊരു സംഭവം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈഫിൽ എന്താ പറയുക, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതായത് കുറേ പാഠങ്ങൾ പഠിച്ചു ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. എനിക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളെ മനസ്സിലാക്കാതെ പോയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പൊക്കോട്ടെ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഇല്ലാത്ത പോലെ, ലൈക്ക് നമുക്കൊരു കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആൾക്കാരുടെ പ്രയോറിറ്റീസ് മാറുന്നതനുസരിച്ച് ആ ഒരു രീതി പോകും എന്നുള്ളതും മനസ്സിലാക്കി. അങ്ങനെ കുറേ കാര്യങ്ങൾ ബിഗ് ബോസിലൂടെ കുറേ കാര്യങ്ങൾ പഠിച്ചു ഞാൻ. അപ്പോൾ ഒരാളെങ്ങനെ നിർത്തണം എന്നുള്ളതൊക്കെ ബിഗ് ബോസ് ആണ് എന്നെ പഠിപ്പിച്ചു തന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, ബിഗ് ബോസ് അല്ല, ബിഗ് ബോസിലെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് പഠിപ്പിച്ചു തന്നെ. എന്നാലും ഞാൻ നന്നാവില്ല, വീണ്ടും ഓരോ വള്ളികളൊക്കെ പിടിച്ചങ്ങനെ കയറി വരും. അപ്പോൾ ഇപ്പോൾ റസ്മിൻ പറഞ്ഞായിരുന്നു കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്നപ്പോൾ ഈ സൗഹൃദത്തിൻ്റെ ഒക്കെ. അപ്പം നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കി നിൽക്കുന്ന ഫ്രണ്ട്സ് ആണ്. നമ്മളെല്ലാം അവരോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതെന്ത് റീസണിലാണ് അപ്പം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പോയത്? അല്ല, അതാ പറഞ്ഞ മനസ്സിലാക്കാതെ നമ്മളെ എന്താ പറയുക തെറ്റിദ്ധരിച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബിഗ് ബോസിൽ കണ്ടിട്ട് അപ്പോൾ നീ എന്താ പറയുക ഇത്രയും എന്താ പറയുക ബിഗ് ബോസിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. ആഫ്റ്റർ ബിഗ് ബോസ് എനിക്ക് കുറച്ച് നല്ല സൗഹൃദങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. അതവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ എനിക്ക് നമ്മളെ എന്താ പറയുക അതിൽ വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയാണ് നമ്മളെ കണ്ടിട്ടുള്ളൂ, അത്രയെന്ന് നമ്മൾ അത്രേ ഉള്ളൂ എങ്കിലും ഓക്കെ വേണ്ട. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ മൈൻഡിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കിടക്കുക. അപ്പോൾ നമ്മളതിൽ എത്രമാത്രം എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളത് പോവാണെങ്കിൽ പോട്ടേന്ന് തന്നെ വെക്കണം. ഫ്രണ്ട്ഷിപ്പ് പോയപ്പോൾ അവരോടത്ത് സംസാരിച്ചായിരുന്നു മനസ്സിലാക്കുക? യെസ്, ഓഫ് കോഴ്സ് സംസാരിച്ചു. പക്ഷെ എന്താ പറയുക അത്രേ ഉള്ളൂ, പോണം. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായില്ല. ഇല്ല, നമ്മളൊരിക്കലും അങ്ങനെ എവിടെയും നമ്മൾ ബെഗ് ചെയ്യാൻ നിൽക്കരുതടാ. കാരണം നമ്മൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലും നമ്മളുടെ ഒരു സ്വഭാവം, എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഇപ്പോൾ വേറൊരാൾ വഴക്കിട്ടാലും ഞാൻ ചിലപ്പോൾ അത് മറന്നു, അയ്യോ വഴക്കാണെന്നുള്ളത് മറന്നു പോയിട്ട് ഞാൻ തന്നെ പോയി സംസാരിക്കണേ. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളെ എന്താ പറയുക നമ്മൾ തന്നെ നമ്മളെ ഒരു ലെവലാക്കി വെക്കണം. ഒരു കാരണവശാലും വേറൊരാൾ നമ്മളെ ചവിട്ടി താഴ്ത്താനോ ഒരു രീതിയിലും നമ്മൾ അതിനെ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്നും ഇല്ലാതെയോ, ലൈക്ക് നമ്മളെപ്പോഴും ആരുടെയെങ്കിലൊക്കെ അടിമകളായി പോവുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. ഒരിക്കലും സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് ആരും ഒന്നും ചെയ്യരുത്. നമുക്ക് വേണ്ടതാണ്, നമ്മളെ മനസ്സിലാക്കുന്നതാണെങ്കിൽ മതി. ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ ഈ ഇത്രയുള്ള സർക്കിൾ ഇത്രയാവും, അത് ഇത്രയാവും. അത് എന്താ പറയുക നേച്ചറാണത്. അത് അങ്ങനെയാണ്. ഓരോ പ്രായമാകുമ്പോൾ അതങ്ങനെ വരും. അത് റിയലൈസേഷനാണ്, എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൾക്കാരെ നിർത്തുക. നമ്മളെ മനസ്സിലാക്കുന്നവർ മതി നമ്മുടെ ലൈഫിൽ, ഒരാളെങ്കിൽ ഒരാൾ അത് മതി. ഓക്കെ. ഇപ്പോൾ ഈ ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വന്നായിരുന്നു. അത് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് റസ്മിനെ അറിഞ്ഞൂടാത്ത ആൾക്കാരായിരുന്നു. അതാണ്. അപ്പം അതിനെയൊക്കെ എന്താണ് റിയാക്ട് ചെയ്യുന്നത്? അപ്പം അത്രയും നെഗറ്റീവ് വന്ന സമയത്ത് അതിനെ റിയാക്ട് ചെയ്യാനൊന്നുമില്ല. കാരണം അവർക്ക് എന്നെ അറിയില്ല, അവർക്ക് എന്നെ പേഴ്സണലി അറിയില്ല. പിന്നെ അവർക്ക് അതിൻ്റെ അകത്ത് ഔട്ട് കണ്ടത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അത് മാത്രം 1 hour ഔട്ട് കണ്ടത് മാത്രമേ അവർക്കറിയുള്ളൂ. അതിന് മുന്നേ സംഭവിച്ചതും അത് കഴിഞ്ഞിട്ട് സംഭവിച്ചതൊന്നും അറിയില്ല. പിന്നെ ഈ കുറേ ആൾക്കാർ കുറേ കഥകൾ അങ്ങോട്ട് ഉണ്ടാകും. ഇത് എവിടെ നിന്ന് ഇവർക്ക് ഈ കഥകൾ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. റസ്മിൻ അങ്ങനെ ചെയ്തു, റസ്മിൻ ഇങ്ങനെ ചെയ്തു, നമ്മൾ മനസ്സിൽ പോലെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ കഥയാക്കി ഇറക്കും. എന്തോരോ കഥകൾ ഇറങ്ങണേ. അപ്പോൾ ശരിക്കും ഇതൊക്കെ ജസ്റ്റ് എൻജോയ് ചെയ്ത് വിടുക. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളത് കാണുമ്പോഴാണ് അവർക്ക് വിഷമം. അപ്പോൾ അവർ കൂടുതൽ ഇതാവും. പിന്നെ ചിലർ മതിയായിട്ട് നിർത്തിയിട്ട് പോകും. ഇപ്പം എനിക്കധികം വലിയ നെഗറ്റീവ് ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ലൈക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസിൽ നമ്മൾ ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. എനിക്കത് പേഴ്സണലി തോന്നിയിരിക്കണം എന്താണെന്നറിയോ, ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാർ
കൂടുതലും ഫേക്ക് അക്കൗണ്ടാണ്, ഫേക്ക് അക്കൗണ്ട്. ഫേക്ക് അക്കൗണ്ടാണ് കൂടുതലും. അപ്പോൾ അവരുടെ ഈ വീട്ടിലത്തെ പ്രഷർ അല്ലെങ്കിൽ അവരുടെ ഓഫീസ് പ്രഷറും കാര്യങ്ങളൊക്കെ ഈ തീർക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഏരിയ ആയിട്ടാണ് ഈ കമന്റ് ബോക്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനെല്ലാവരും ഇന്നിപ്പോ ആരാണ് അതെ അവളെ ഡ്രസ്സിങ് നോക്കിയാ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞിട്ട് നിനക്കൊരു തട്ടുട്ടാണ് ലൈക്ക് അവരുടെ ഫ്രസ്ട്രേഷൻ ആണ് കൂടുതലും. ഈ സ്ത്രീകളുടെ അക്കൗണ്ട് ഉണ്ടല്ലോ, മുസ്ലിംസ് സ്ത്രീകളുടെ അക്കൗണ്ടിൽ നിന്നാണ് കൂടുതലും നെഗറ്റീവ് കമന്റ്സ് വരാം കേട്ടോ. നീ ഒരു മുസ്ലിമല്ലേ, നിനക്കൊരു തട്ടുട്ട് നടന്നുകൊണ്ട് നീ എന്തിനാണ് അങ്ങനെ നടക്കുന്നത്, ഇതൊക്കെ അവർക്കുണ്ടല്ലോ എൻ്റെ ലൈഫ് കണ്ടിട്ട് അസൂയ, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഓക്കെ, നമ്മുടെ ലൈഫ് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടാണ് അവർ പറയുന്നത്, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓരോ നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിലെ പോസിറ്റീവ്സ് എന്താണെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ മൈൻഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവും. അല്ലാതെ അയ്യോ അയാളെന്നെ അങ്ങനെ പറഞ്ഞു, അയ്യോ അയാളെന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാം, ഒന്നും നടക്കില്ല. ലൈഫ് മുന്നോട്ട് പോകണ്ടേ, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ.